ഹായ് ഓൾ, വെൽക്കം ടു റീൽ ടോക്സ് വിത്ത് അഖില. തുടരും. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്ത് പ്രൊഡ്യൂസ് ചെയ്ത് തരുൺ മൂർത്തി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമയാണ് തുടരും. സിനിമയെ സ്നേഹിക്കുന്നവർക്കും മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്നവർക്കും കണ്ണും മനസ്സും നിറഞ്ഞ് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ് തുടരും. ഒരു ഇമോഷണൽ ഫാമിലി ത്രില്ലർ സിനിമ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ശരിക്കും സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ മലയാളി പ്രേക്ഷകർ കുറച്ചു നാളായി മിസ് ചെയ്തിരുന്ന ലാലേട്ടനെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അമാനുഷികതകൾ ഒന്നുമില്ലാത്ത ഒരു പച്ചയായ മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ ഒരാൾ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും അതിലെ സന്തോഷങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. എനിക്ക് തുടക്കത്തിൽ ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ടൈറ്റിൽ കാർഡാണ്. ടൈറ്റില് പഴയ ലാലേട്ടനും അല്ലെങ്കിൽ ലാലേട്ടൻ ശോഭന രണ്ടുപേരുടെയും കൂടെയുള്ള പിക്ചേഴ്സും അല്ലെങ്കിൽ അവരുടെ ഫാമിലി വലുതായി വരുന്നത് അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത്. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ട്രെയിലർ ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ശോഭന കോമ്പിനേഷനിൽ വരുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലി മൂവി, ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഫാമിലി മൂവി തന്നെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ സിനിമ പോകെ പോകെ വേറൊരു മൂഡിലേക്ക്, വേറൊരു ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ പിന്നെ കാണുന്നത്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തുടങ്ങി ഒരു സീരിയസ് ത്രില്ലർ ജാനറിലേക്കാണ് സിനിമ നമ്മളെ ഇന്റർവെൽ ആകുമ്പോഴേക്കും കൊണ്ടെത്തിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പടം ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് വരുന്നത്. സ്ക്രീനിൽ നമുക്ക് കണ്ണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റാൻ പോലും തോന്നാത്തത്ര എൻഗേജിങ് ആയിട്ടാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ ഷോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താ പറയാ, നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ഇപ്പം ദൃശ്യമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒപ്പം അല്ലെങ്കിൽ പുലിമുരുകൻ, തന്മാത്ര, അതുപോലുള്ള കുറെ സിനിമകളുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പിടി മേലിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഷൺമുഖൻ എന്നുള്ളത്. അതുപോലെ നമ്മൾ പുലിമുരുകനിലൊക്കെ കണ്ട പോലത്തെ നല്ല നാടൻ ഫൈറ്റ് സീൻസ്, നല്ല നാടൻ തല്ല് സിനിമയിലുണ്ട്. 2-3 ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. വിഷ്വലി ആണെന്നുണ്ടെങ്കിലും ആക്ഷൻ കൊറിയോഗ്രഫി ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ശോഭനയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മോഹൻലാൽ ശോഭന കോംബോ എപ്പോഴും എവർഗ്രീൻ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് ഒരു സന്തോഷം തന്നെയാണ്. ശോഭനയുടെ പെർഫോമൻസിനെ പറ്റി നമ്മൾ അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ലളിത എന്ന ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് തന്നെ ശോഭന ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു സീനില് ശോഭനയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ശരിക്കും നമുക്ക് നാഗവല്ലിയുടെ പെർഫോമൻസിനെ ഓർമ്മിപ്പിക്കുന്ന വിധം അല്ലെങ്കിൽ അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു റോള്, ഒരു ഹൈലൈറ്റ് റോള് ചെയ്തിരിക്കുന്നത് പ്രകാശ് വർമ്മയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നടൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെ സിനിമയിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഹച്ചിന്റെയും വോഡാഫോണിന്റെ സൂസു ആർട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ആഡ് ഡയറക്ടർ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വില്ലൻ എത്ര സ്ട്രോങ് ആവുന്നോ അത്ര തന്നെ പവർ കൂടും നായകന്. മോഹൻലാലിനോട് ഒപ്പം നിൽക്കുന്ന പെർഫോമൻസ് ചില സന്ദർഭങ്ങളിലെങ്കിലും മോഹൻലാലിനെ ഓവർഷാഡോ ചെയ്യുമോന്ന് പോലും നമുക്ക് തോന്നുന്ന അത്ര ഗംഭീരമായ പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ശരിക്കും ഈ ഒരു വില്ലൻ റോളിലേക്ക് നമുക്ക് വേറൊരാളെ ഇമാജിൻ പറ്റാത്തത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ. അതുപോലെ തന്നെ ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരവർക്ക് കിട്ടിയ റോളുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട റോൾ അതിൽ ബിനു പപ്പുവിൻ്റെതാണ്. നല്ല സ്ക്രീൻ സ്പേസും നല്ല പെർഫോമൻസ് ഓറിയന്റഡും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം അത് നല്ലോണം അത് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ഇർഷാദ്, പിന്നെ മകനായിട്ട് എത്തുന്ന അക്ഷയ് ആണെന്നുണ്ടെങ്കിലും മകളായിട്ട് എത്തിയിരിക്കുന്ന കുട്ടി, അതുപോലെ ഫറാൻ ഫാസിൽ, എല്ലാവരും അവരവർക്ക് കിട്ടിയ റോളുകൾ, അവരവർക്ക് കിട്ടിയ സ്പേസ് നല്ലോണം തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ അനാവശ്യമായ ഒരു ക്യാരക്ടറോ അനാവശ്യമായ ഒരു സീനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഒരു ലാഗോ ഒരു ബോറടിയോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എൻഗേജിങ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് തുടരും. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ജെക്സ് ബിജോയുടെ മ്യൂസിക്. സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ സീൻസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിന് ചേർന്ന മ്യൂസിക് നൽകാൻ ജെക്സ് ബിജോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് സിനിമയ്ക്ക് ശരിക്കും ഒരു പോസിറ്റീവ് നൽകിയിട്ടുമുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെയും 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന, മനസ്സ് നിറയ്ക്കുന്ന സിനിമ തന്നെയാണ് തുടരും. എല്ലാവർക്കും ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണാം. ഒട്ടും റിഗ്രറ്റ് ഉണ്ടാവില്ല. വർത്ത് വാച്ചിങ് തന്നെയാണ്. അടുത്തൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. താങ്ക് യു.